ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ കേരള സർവകലാശാലയിലെ അധികാരപ്പോരിൽ വിമർശനവുമായി ഹൈക്കോടതി. ഡോക്ടർ കെ അനിൽകുമാറിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. സർവകലാശാലയും വൈസ് ചാൻസലറും തിങ്കളാഴ്ച ഈ വിഷയത്തിൽ മറുപടി നൽകണം. സർവകലാശാലയിൽ പൂച്ചയും എലിയും കളിയെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. VC സ്വന്തം രജിസ്ട്രാർക്ക് ചുമതല നൽകിയെന്നും വാക്കാൽ പരാമർശം വരുന്നു. ഷപ്നയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. ഷപ്ന, കേരള സർവകലാശാലയിൽ യഥാർത്ഥ രജിസ്ട്രാർ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം പലർക്കുമുണ്ട്. ടോം ആൻഡ് ജെറി കളി തുടങ്ങിയിട്ടും നാളുകൾ കുറയായിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഈ വിഷയത്തിലെ ഇന്നത്തെ ഹൈക്കോടതി പരാമർശങ്ങൾ? സേതുലക്ഷ്മി, VC മോഹൻ കുന്നുമ്മലിനെതിരെ ഡോക്ടർ കെ അനിൽകുമാറാണ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള അധികാര തർക്കമാണ് ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിയത്. രജിസ്ട്രാറുടെ ചുമതല നിർവഹണം VC തടസ്സപ്പെടുത്തുന്നു എന്നതായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. രജിസ്ട്രാർ സ്ഥാനത്തു നിന്നുള്ള സസ്പെൻഷൻ നിയമവിരുദ്ധമാണ്. തന്റെ സസ്പെൻഷൻ നിയമന അധികാരിയായ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം VC നടപ്പാക്കുന്നില്ല. ജോയിന്റ് രജിസ്ട്രാർക്ക് ചുമതല കൈമാറിയ VCയുടെ നടപടി നിയമവിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ ചുമതല കൈമാറിയ VCയുടെ നടപടി റദ്ദാക്കണം എന്നതായിരുന്നു ഡോക്ടർ കെ അനിൽകുമാറിന്റെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഹർജി പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഈ ചുമതല സംബന്ധിച്ച തർക്കത്തിൽ ഹൈക്കോടതി വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. സർവകലാശാലയും VCയും തിങ്കളാഴ്ച മറുപടി നൽകാനാണ് കോടതി നിർദ്ദേശം. സർവകലാശാലയിൽ എലിയും പൂച്ചയും കളിയെന്ന് ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. VC സ്വന്തം രജിസ്ട്രാർക്ക് ചുമതല നൽകിയെന്നും വാക്കാൽ പരാമർശം നൽകുകയായിരുന്നു കോടതി. ഏതായാലും തിങ്കളാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അന്ന് ഇരുവരോടും വിശദീകരണം തേടിയിട്ടുണ്ട്. യെസ്, ഓക്കെ. ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന്.